ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു 6ാമത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മീൻസ് ഇതിന്റെ എന്താ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത കുറച്ച് കാര്യങ്ങളും അത്തരം കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ കാർബൺ നാനോ ട്യൂബ്, കാർബൺ ഡയമണ്ട്, ബൾക്കി മിൻസ്റ്റ് ഫില്ലൻസ് തുടങ്ങിയ കാര്യം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഞാനപ്പോൾ നോട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാർബണിന്റെ കേസ് എടുത്ത് നമുക്ക് നോട്ട് യൂസ് ചെയ്യുന്ന പഠിച്ചാൽ മതി. അപ്പോൾ അത് അത്യാവശ്യം ഈസി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ പഠിക്കാം. ഇതിലെല്ലാം നമുക്കൊരു എലമെന്ററി ഐഡിയാസ് മീൻസ് ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനത് എടുത്തെടുത്ത് പറയാൻ കാരണം പല സബ്ജക്റ്റുകൾ നമ്മളിപ്പോൾ കൂടുതൽ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും നോക്കി ഒരുപാട് സമയം വേസ്റ്റ് ആകില്ല എന്നാണ് ഈ പറയുന്നത് കേട്ടോ. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നോക്കി എടുക്കുക. ഞാൻ പഠിപ്പിക്കുന്ന അത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. കൂടുതൽ അഡ്വാൻസ്ഡ് രീതിയിലോട്ടൊന്നും പോകുന്നില്ല ഇതിനകത്തോട്ടൊന്നും. കാരണം നമുക്കിപ്പോൾ അത് അത്രയും നോക്കിയിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രം ഇവിടെ എടുക്കുക. അപ്പോൾ നമ്മൾ കാർബൺ നാനോ ട്യൂബ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കാർബൺ ഫൈബേഴ്സ്, കാർബൺ നാനോ ട്യൂബ്സ്, കാർബൺ ഡയമണ്ട്സ്. വേണമെങ്കിൽ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. ഒരു ഔട്ട്ലൈൻ പോലെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ യൂസേഴ്സും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വീണ്ടും അതിൽ പറയുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഇന്ന് നോക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ നാനോ ഡയമണ്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി ഇതിൽ വരുന്നത് അബൌട്ട് ദ BN നാനോ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. BN നാനോ ട്യൂബ് ഉണ്ട്. സോ അത് നമുക്ക് അവിടെ ഒന്ന് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ ഒരു BN നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് നാനോ സ്ട്രക്ചർ ഫോം ലെയർഡ് വിത്ത് ബോറോൺ നൈട്രേറ്റ്. അതായത് ഇത്തരത്തില് ഫോം ചെയ്ത ബോറോൺ നൈട്രേറ്റ്സിന്റെ സഹായത്തോടു കൂടി ലെയർ ഫോം ചെയ്യുന്ന നാനോ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, BN നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നാനോ ട്യൂബ്സ് ഉണ്ട്, നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, നാനോ കോൺസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കാർബൺ ഇതും ഉണ്ടാവും. കാർബൺ ആറ്റമും ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ BN ബോറോൺ നൈട്രൈഡ്സ് കൂടി എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ആഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നാനോ സ്ട്രക്ചേഴ്സ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് BN and atom readily substitute for carbon in a graphite network. അതായത് ഗ്രാഫൈറ്റ് നെറ്റ്വർക്കിലുള്ള കാർബണിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ BN ആറ്റംസ് എന്ത് ചെയ്യും, നമ്മളവിടെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലുള്ള BN നാനോ ട്യൂബുകൾ നമ്മളവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു BN നാനോ ട്യൂബ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ചുകൂടി എന്താണ്, അത്യാവശ്യം BN നാനോ മെറ്റീരിയൽസിന് ബോണ്ടിങ് ക്യാരക്ടർ വ്യത്യാസമുണ്ട്. സ്ട്രക്ചറൽ ഡിഫക്റ്റ്, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ എന്തുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് കോമ്പൗണ്ട് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ മാറും. പിന്നെ ഇതിന് അതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്തുണ്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ ഫോർ എക്സാമ്പിൾ എ കോമൺ ടോപ്പോളജി ഡിഫക്റ്റ് ഇൻ C ഹെക്സൽ ഷീറ്റ് ഈസ് ദ ഓഡ് മെമ്പേർഡ് അറ്റോമിക് റിംഗ്, വെറാസ് ഇൻ BN ഈസ് എ ഈവൻ മെമ്പേർഡ് റിംഗ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കാർബൺ ഒരു ഹെക്സൽ റിംഗ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ഓഡ് നമ്പർ മെമ്പേർഡ് അറ്റോമിക് റിംഗ് ആണ് വരുന്നത്. അത് മീൻസ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ഓരോ ഹെക്സൺ ഷേപ്പ് അല്ലേ അറേഞ്ച് ചെയ്ത് പോകുന്നത് നാനോ ട്യൂബ്സിൽ. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് കാർബൺ നാനോ ട്യൂബ്സിൽ അല്ലെങ്കിൽ കാർബൺ വരുന്ന ഷീറ്റുകളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡ് മെമ്പേർഡ് അറ്റോമിക് റിംഗ്സ്, നമ്പർ ആൻഡ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ബട്ട് BN വരുന്ന സമയത്ത് എന്താണ്, അവിടെ ഈവൻ മെമ്പേർഡ് റിംഗ്സ് ആണ് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒക്ടേൺ ഷേപ്പ്, ആ ഒരു ഷേപ്പിലോട്ട് എന്ത് മാറും, ഹെക്സണിൽ നിന്നും സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒക്ടേൺ ഷേപ്പിലോട്ട് എന്ത് ചെയ്യും, അവിടെ മാറും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചറൽ അപ്പിയറൻസ് എന്ത് ചെയ്യും, ചെറിയൊരു വ്യത്യാസം അവിടെ വരും. അപ്പോൾ അതാണ് BN നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പിന്നെ ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതൊരു പോയിന്റ് ആണ്, നമുക്കിവിടെ പറയാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വർത്ത് നോട്ടിംഗ് ദാറ്റ് ലെറ്റ് അഡ്വാൻസ് മൈറ്റ് ബി ഇൻ ദ പ്രൈ ഇമ്പോർട്ടൻസ് ഓഫ് റിയൽ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം സ്ട്രെങ്ത് ഇതിന് കുറച്ച് കൂടുതലാണ്. സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്. That is BN nanotubes thought to insulating independence of atomic structure. In addition, BN nanotubes was measured to be thermally and chemically more stable than the C counterpart. അതായത് കാർബൺ ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ BN നാനോട്യൂബ്സിൽ എന്താണ് അത്യാവശ്യം അവിടെ കുറച്ചുകൂടി എന്താണ് തെർമലി കെമിക്കലി എന്താണ് മോർ സ്റ്റേബിൾ ആണ്. കുറച്ചുകൂടി സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് അവിടെ വരുന്നുണ്ട്. ഇതിനാണ് BN നാനോ ട്യൂബ്സിന്.
ഇതൊരു സെലക്ടീവ് പോയിന്റ്സുകൾ, അതായത് എന്താണ് കാര്യം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ബ്രീഫ് ഐഡിയ അബൌട്ട് നാനോ ട്യൂബ്സ് എന്നൊക്കെ പറയത്തില്ല, അപ്പൊ അങ്ങനത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അഡ്വാൻസ് ചെയ്ത് ഒരുപാട് പോകണ്ട. ജസ്റ്റ് എന്താണ് ഇതിനകത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഒരു എത്ര 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ആ ഒരു ടൈപ്പിലൊക്കെ എഴുതാനാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. എന്തായാലും നമുക്ക് ഇത് മാത്രമായിട്ടൊന്നും ഒരിക്കലും വരത്തില്ല. സബ് ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്ക് അങ്ങനത്തെ റേഞ്ചിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഈ ബി നാനോ ട്യൂബ്സ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളത് പറഞ്ഞല്ലോ, അതിന്റെ സ്ട്രെങ്തിനെ കുറിച്ച്, കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചും തെർമൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ബൾക്കി ലെയേർഡ് സബ്സ്റ്റൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ലെയേഴ്സ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. ദെൻ പിന്നെ വരുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞ ഇതിൽ that is boron nitride nanotubes are becoming a subject of intensive research owing to their important physical properties which are quite distinct from CNTs. Okay, കാർബൺ നാനോ ട്യൂബ്സിനെ കാട്ടിയും എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി അവിടെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതിന് എന്താണ് അവിടെ കുറച്ചുകൂടി കൂടുതലാണ്. ദെൻ അതുപോലെ തന്നെ ഇതിന് ഒറ്റ ഷേപ്പിൽ മാത്രമല്ല, ഹെക്സണൽ ഷേപ്പ്, റോംബോഹീഡ്രൽ, ക്യൂബിക് ഫോം എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇതിന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ചിലപ്പോൾ കമ്പയർ വിത്ത് ചോദിക്കാം കേട്ടോ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബി എൻ നാനോ ട്യൂബ്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. പിന്നെ മറ്റേതാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഹെക്സണൽ ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹെക്സണൽ ഷേപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ഹെക്സണൽ ഷേപ്പ്, റോംബോഹീഡ്രൽ, ക്യൂബിക് ഫോം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ബോറോൺ നൈട്രൈഡ്സിന്റെ നാനോ ട്യൂബ്സിന്റെ ബാൻഡ് ഗ്യാപ്പ് പറയുന്നുണ്ട്, സെമി കണ്ടക്ടർ ആണ്. സോ ഏകദേശം നിയർലി ഈക്വൽ ടു 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ യങ്സ് മോഡുലസ് പറയുന്നുണ്ട്. ഇതിൽ ഓരോ പോയിന്റ്സ് നിങ്ങളൊന്ന് എന്ത് ചെയ്യാവുന്ന ഒരു പേപ്പർ എടുത്തിട്ട് ബി എൻ നാനോ ട്യൂബ്സിന് ശേഷം എന്ത് ചെയ്യാം, 1 by 1 ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഓരോന്നായിട്ട് പോയിന്റ് ബൈ പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, പാരഗ്രാഫ് തന്നെ വേണമെന്നില്ല, അത്രയും കാര്യങ്ങൾ അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് പറയുന്നുണ്ട് 1.22 പ്ലസ് ഓർ മൈനസ് 0.24 ടെസ്ല പ്രഷർ. ഓക്കെ, ഇത് പാസ്കൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ന്യൂട്ടൺ പെർ മീറ്ററിലോട്ട് മാറ്റിയാലും മതി. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിലോട്ട് കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഇത് തന്നെ എഴുതിയാലും മതി കേട്ടോ, അല്ലെങ്കിൽ യൂണിറ്റോട് കൊടുക്കുക. ആൻഡ് അപ്പാരൻലി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ് അവിടെ നമുക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഓൾദോ ദ ഏർലിയസ്റ്റ് റിപ്പോർട്ട് envision that BN nanotubes are ideal, defect-free one-dimensional single crystal. Later studies have revealed a vast variety of zero, one-dimensional, two-dimensional defects in both the carbon and BN nanotube. Okay, അതായത് ഫസ്റ്റ് കേസിൽ നമ്മുടെ ഈ ഒരു BN nanotube എന്താ 1-dimensional ക്രിസ്റ്റൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ബട്ട് അവിടെ പിന്നീട് എന്ത് ചെയ്തു, അവിടെ അത് 1-dimensional 2-dimensional ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മുടെ ബി എൻ നാനോ ട്യൂബ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നാനോ ട്യൂബ്സ് ആർ മേ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് ഡിവൈസ് സച്ച് ആസ് അൾട്രാ സ്ട്രോങ് റോപ്പ് ആൻഡ് സോളാർ സെൽ. The defect contained BN nanostructures are mostly likely to be found in application, gas sensing and hydrogen storage devices. Okay, നമ്മൾ പറഞ്ഞു നമുക്ക് ഡിഫക്റ്റ് ഉള്ളതും ഡിഫക്റ്റ് ഇല്ലാത്തതും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫക്റ്റ് ഇല്ലാത്തത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലും എയ്റോസ്പേസ് ഡിവൈസസിലുമാണ്. അവിടെ അൾട്രാ തിൻ സ്ട്രോങ് റോപ്പ്, ഏറ്റവും ചെറിയ റോപ്പുകൾ, ഓക്കെ, നാനോ ലെവലിലുള്ള റോപ്പുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ സോളാർ സെല്ലിൻ നിർമ്മാണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ബി എൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിഫക്റ്റ് ഉള്ളത്, ഓക്കെ, ഡിഫക്റ്റ് മീൻസ് എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ ഡിഫക്റ്റ് പോലെ എന്തെങ്കിലും വരണതാണ്. സോ അങ്ങനെ ഡിഫക്റ്റ് ഉള്ള ബി എൻ നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ നാനോ സ്ട്രക്ചേഴ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്തു, ദീസ് വെയർ യൂസ്ഡ് ഇൻ ദ ഗ്യാസ് സെൻസിങ് ആൻഡ് ഹൈഡ്രജൻ ഡിവൈസസ്. ഓക്കെ, ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയും മതിയാവും ഒരു ബി എൻ നാനോവിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട്. ഓക്കെ, നമ്മൾ ബേസിക് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ സാധാരണ ഒരു നാനോ ട്യൂബിൽ നിന്നും കാർബൺസിനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ബി എൻ, ഓക്കെ, ബി എൻ അല്ലെങ്കിൽ ബോറോൺ നൈട്രേറ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർബൺ പോലെ അല്ലെങ്കിൽ കാർബണിൽ നിന്ന് മാറ്റിയതിന് ശേഷം അവിടെ ബി എൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സി കാർബൺ ആറ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബി എൻ നാനോ ട്യൂബ്സ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബി എൻ നാനോ മെറ്റീരിയൽസ് നോക്കുമ്പോൾ നമുക്ക് ബോണ്ട് ക്യാരക്ടർ വ്യത്യാസമാണ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡിഫക്റ്റിലും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലും എന്തുണ്ട്, അത്യാവശ്യം ചെറിയ ചെറിയ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണിക്കുന്നത്. സ്ട്രക്ചറൽ ഡിഫക്റ്റിൽ വ്യത്യാസമുണ്ട്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു വ്യത്യാസം അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ കോമൺ ടോപ്പോളജിക്കൽ ഡിഫക്റ്റ് then ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡിഫക്റ്റ് പറഞ്ഞ എന്താണ്, അതിന്റെ ഓഡ് മെമ്പേർഡ് അറ്റോമിക് റിംഗ്സ് ആണ് വരുന്നത്. പക്ഷെ ബി എനിൽ വരുന്നത് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഈവൻ മെമ്പേർഡ് റിംഗ്. ഓക്കെ, ഈവൻ നമ്പർ റിംഗ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം, അവിടെ വ്യത്യാസം വരാം. പിന്നെ എന്തായിരുന്നു, ഇതിലിപ്പോ നമ്മുടെ ഇതെന്ത് ചെയ്യാം, മെറ്റൽസ് ആയിട്ട് വരാം, CNT. CNT മെറ്റൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ആയിരിക്കാം. മോർഫോളജിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ വരുന്നത്. ദെൻ നമ്മുടെ ഈ ഒരു നാനോ ട്യൂബ്സിന്റെ ഒരു അപ്പിയറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്യാവശ്യം ഒരു ഇൻസുലേറ്റിംഗ് ആണ്. ഇൻസുലേറ്റിംഗ് ടൈപ്പ് ആണ് വരുന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ സെമി കണ്ടക്ടർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനും യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. പിന്നെ തെർമൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് CH കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആണെന്ന് പറയാം. പിന്നെ ബോറോൺ നൈട്രേറ്റ് നാനോ ട്യൂബ്സിന്റെ കേസ് വന്നിട്ട് എന്താണ്, നമുക്ക് ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് CNT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടി ഇതിന് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇമ്പോർട്ടൻസ് കുറിച്ച് വീണ്ടും റിസർച്ചിലൂടെ നടക്കുവാണ്. ദെൻ ബാൻഡ് ഗ്യാപ്സ് ഏകദേശം നിയർലി ഈക്വൽ ടു 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മൾ ബാൻഡ് ഗ്യാപ്പ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ XRD ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ UV സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്സ് വെച്ച് നമുക്ക് ബാൻഡ് ഗ്യാപ്പ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ യങ്സ് മോഡുലസ് ഏകദേശം 1.22 പ്ലസ് ഓർ മൈനസ് 0.24 ആണ് നമുക്കിവിടെ വരുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, BN ബോറോൺ നൈട്രേറ്റ് നാനോ ട്യൂബ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് ഡിവൈസസ് ആൻഡ് അൾട്രാ സ്ട്രോങ് ഡ്രോപ്പ് ആൻഡ് സോളാർ സെൽ. The defect containing BN nanostructure more likely to be found in application ഗ്യാസ് സെൻസിങ്, ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോറോൺ നൈട്രേറ്റ് നാനോ ട്യൂബ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട് വരണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. ടെക്സ്റ്റിൽ കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് അത്രയും വേണ്ട, എലമെന്ററി ഐഡിയാസ് മാത്രം മതി അതിൽ. ഇതാണ് ആ ഒരു BN ഷീറ്റ് ത്രൂ 2 ഡയമെൻഷണൽ പാക്കും. ആ ഒരു സ്ട്രിംഗ് സ്ട്രക്ചർ. ആ സ്ട്രക്ചറിലോട്ട് വരാം. നാനോ ട്യൂബ്സ് മീൻസ് ഷീറ്റ് റോൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഷീറ്റ് റോൾ ചെയ്യുന്ന സമയത്താണ് അത് ട്യൂബായിട്ട് മാറുന്നത്. 1 ഡയമെൻഷണൽ ഷീറ്റ് റോൾ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, അതൊരു ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻടു എ ട്യൂബ്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിലോട്ട് മാറും. ആണല്ലോ? ഇതിൽ നമുക്കിപ്പോ BN sheet in the form of 2-dimensional honeycomb lattice with equal lattice site occupied by boron and നൈട്രജൻ. അല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ആരായിരിക്കേണ്ടത്, കാർബൺ ആണ് ഇരിക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് അവിടെ കാർബൺ ഇരിക്കേണ്ട അടുത്താണ് ആയിരിക്കുന്നത്, ഇപ്പോൾ ബോറോൺ നൈട്രജൻസ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇതവിടെ ഫോം ചെയ്യുന്നത്. ഇത് പിന്നെ അതിന്റെ സെം ഇമേജും ടേം ഇമേജ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഓരോ ട്യൂബ്സിന്റെയും സ്ട്രക്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഈ ഒരു പോയിന്റ് നമുക്ക് പറയാം. നാനോ ട്യൂബ്സ് പൈറോ ഇലക്ട്രിക്, പീസോ ഇലക്ട്രിക് ആൻഡ് ഫോട്ടോ ഗാൽവനിക് നാച്ചർ ഉണ്ട്. കാരണം എന്താണ്, നമുക്ക് ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലൈറ്റ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പീസോ മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതവിടെ ഇലക്ട്രിസിറ്റി മീൻസ് സ്മോളർ ലെവലുള്ള ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിറ്റക്ഷനൊക്കെ നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതവിടെ യൂസ് ചെയ്യാം. The electronic polarization can be modified by any perturbation coupled to band gap and elastic mechanical strain. The BN nanotubes are piezoelectric material. Piezoelectric material ആണ്. And it also depends on that is twisting arms and nanotubes generate voltage between end and obviously applied voltage torsion. ഉണ്ടോ, ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെറിയൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് എനർജി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നല്ല പറയുന്നത്. നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഡിറ്റക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡിറ്റക്ട് ചെയ്യാനോ അങ്ങനെയുള്ള നമ്മൾ പ്രഷറൈസ് ചെയ്യില്ലേ, ആ സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഇവിടുത്തെ പൊട്ടൻഷ്യൽസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ BN നാനോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. BN നാനോ സ്ട്രക്ചേഴ്സ്. ഇനി അടുത്തതായിട്ട്, അപ്പോൾ അതാണ് നമ്മുടെ ബോറോൺ നൈട്രേറ്റ് നാനോ ട്യൂബ്സ്. നിങ്ങളുടെ സിലബസിൽ നാനോ ട്യൂൺ എന്നാണ് കിടക്കുന്നത്, ട്യൂബാണ്, TUBE. ട്യൂബ് എന്ന് കറക്റ്റ് ചെയ്യുന്നത്. ട്യൂബ്സ് ആണ്. അപ്പോൾ അത് ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നാനോ ഇലക്ട്രോണിക്സ് ആണ്. എന്താണ് നാനോ ഇലക്ട്രോണിക്സ്? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു നാനോ മെറ്റീരിയൽസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, നാനോ ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എന്തായിട്ട് വരുന്നത്, നാനോ ഇലക്ട്രോണിക്സ് ആയിട്ട് നമുക്ക് അവിടെ വരുന്നത്. In the year 1960s, Jordan Moore, the co-founder of Intel Corporation, made an observation which later popularly known as Moore's law. ഈ Moore's law എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, സിമ്പിൾ ലോ ആണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്,
ഈ ഓരോ ഒരു ട്രാൻസിസ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു ചിപ്പിനകത്തുള്ള ട്രാൻസിസ്റ്ററിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? ഓരോ 18 മാസം അത് 18 എന്നും പറയുന്നുണ്ട്. അല്ലാതെ ഓരോ ഇത്ര വർഷത്തിനുള്ളിൽ എന്ന് ചില ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് 18 മാസം നടക്കുന്നത്. അതായത് ഒരു ചിപ്പ് ഉണ്ട്. നമ്മുടെ ഐസി സാധാ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഓപ് ആംപ് ഐസി പഠിച്ചു. ഇപ്പൊ നമ്മുടെ 8085 മൈക്രോ പ്രൊസസർ ഐസി പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ആരുണ്ട്? ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ആരുണ്ട്? ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ഐസിക്കകത്തുള്ള ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം ഓരോ 18 മാസം കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ടിക്കുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? ഈ ഒരു മൂർസ് ലോ പറയുന്നത്. അപ്പൊ ഇരട്ടിക്കുന്നു എന്ന് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇരട്ടിക്കുക മീൻസ് അവിടെ അത്രത്തോളം ട്രാൻസിസ്റ്റേഴ്സ് ഇതിനകത്ത് കൂടുന്നുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത്രത്തോളം എന്ത് ചെയ്യും? പെർഫോമൻസ് അവിടെ കൂടും. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ സൈസ് അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ സൈസ് കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരേ സമയം നമുക്ക് ഇതിനകത്ത് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ കമ്പോണന്റ്സും അവിടെ നമുക്ക് എന്താ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോ ട്രാൻസിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ റെസിസ്റ്റേഴ്സും എല്ലാം എന്ത് ചെയ്യണം? ഒരു ഐസിക്കകത്ത് നമ്മളിവിടെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അത് അത്രത്തോളം ഒരു മൈക്രോ ലെവൽ അല്ലെങ്കിൽ നാനോ ലെവലുള്ള സ്റ്റഡീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് that is the consequence of this trend that the feature size of the individual components of an electron device will decrease drastically despite the continued difficulty in fabricating smaller and smaller components. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഓരോന്നും ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് ഇവിടെ കുറച്ച് കൊണ്ടുവരണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാനോ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് അവിടെ ഇങ്ങനെ സൈസ് കുറച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. That is, the consequence is that size of the transistor continue to shrink. The number of electron used to store one bit of information will decreases. And this put in a limit micro electronics industries to store more than one bit in a single electron. In addition to become more difficult to fabricate smaller and smaller devices using convenient techniques. This fundamental limits of miniaturization occur due to quantum effect and can be overcome by emerging field of nano മെറ്റീരിയൽസ്. അതായത് നമ്മളിങ്ങനെ ഓരോ സൈസ് കുറച്ച് വരുമ്പോൾ നമുക്കറിയാം സൈസ് കുറച്ച് വരുന്നതനുസരിച്ച് ഇതിനകത്ത് നമുക്ക് ഇലക്ട്രോൺസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റോറേജ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ വരും. കാരണം സ്റ്റോറേജ് സ്പേസ് കുറയും. നമ്മൾ സാധാരണ ഈ ഒരു ഹോൾസിന്റെ ഇതിനൊക്കെ എന്താ ട്രാൻസ്ഫറിങ് ഒക്കെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് ഈ ആംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സും മെമ്മറി എന്ന പ്രോസസ്സും നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് കുറച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് ഒക്കെ അവിടെ വരും. അതായത് ടണലിംഗ് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ ഇതിനകത്ത് ഒക്കർ ചെയ്യും. കാരണം അടുത്തടുത്ത് കൊണ്ട് വെക്കുകയല്ലേ. നമ്മുടെ സാധാരണ വലിയൊരു ട്രാൻസ്ഫർ പോലൊരു ട്രാൻസ്ഫർ അല്ല ഇതിനകത്ത് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു ലെയർ ആയിരിക്കും. സാധാരണ ഒരു ഷീറ്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യും? ഇപ്പൊ ഒരു ഷീറ്റ് ആണെന്ന് വെച്ചോളൂ. ഈ ഷീറ്റിൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യും. അതായത് ഈ ട്രാൻസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി ഒരു ട്രാൻസിസ്റ്റർ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ ചെയ്യും. പിന്നെ ഇതിന്റെ പുറത്ത് തന്നെ അടുത്തൊരു ലെയർ വരും. അപ്പൊ ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആണ് ചെയ്യുന്നത്. ഇതവിടെ ഫാബ്രിക്കേഷൻസ് ചെയ്യുന്നത്. നിങ്ങളിതില് നിങ്ങളുടെ S5 ഇലക്ട്രോണിക്സിനകത്ത് നിങ്ങളുടെ ഓപ് ആമ്പിന്റെ ഒരു ഡിഫറൻഷ്യൽ ഗെയിൻ ആംപ്ലിഫയർ ഒക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ആ ഡിഫറൻഷ്യൽ ഗെയിൻ ആംപ്ലിഫയറിലൊക്കെ നമ്മളൊരു 2 ട്രാൻസിസ്റ്റേഴ്സും കുറച്ച് സർക്യൂട്ട്സ് എല്ലാം പഠിക്കും. അതിനുശേഷം നമ്മൾ ഇപ്പുറത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ആപ്ലിക്കേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഐസിക്ക് അതോടെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നില്ല. നമ്മൾ ഐസി ഫാബ്രിക്കേഷൻ ലിത്തോഗ്രാഫിക് ടെക്നിക്സ് എന്ന് പറയും. ഫാബ്രിക്കേഷൻസ് നിങ്ങളോട് പഠിക്കാനില്ല. ബട്ട് അതെന്ത് ചെയ്യും? അതിനകത്തുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് പറ്റാം? നമ്മൾ മിനിയേച്ചറൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റിൽ ക്വാണ്ടം എഫക്റ്റ് വഴി എന്ത് ചെയ്യും? ചിലപ്പോൾ അവിടെ ഇതുപോലത്തെ ടണലിങ്ങോ അങ്ങനത്തെ പ്രോസസ് ഒക്കെ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒക്കർ ചെയ്യേണ്ട ചാൻസസ് ഉണ്ട്. സോ അവിടെ സിഗ്നൽ ലോസ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ നാനോ ഇലക്ട്രോണിക്സ് നാനോ ടെക്നോളജി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? built in the atomic scale to harness the small scale quantum properties of nature. It is expected that the ability to manipulate individual atom and molecule build a new kind of quantum electrons will be revolutionized in the 21st century in the same way the computer led the information age. അതായത് നമുക്കിപ്പോ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് സൈസ് കുറച്ച് കൊണ്ടുവരണം. മാക്സിമം സൈസ് കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സൈസ് കുറച്ച് വരുമ്പോൾ ഇതുപോലത്തെ ക്വാണ്ടം പ്രോപ്പർട്ടീസിലൊക്കെ ഇഷ്യൂസ് വരാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ ഒരു നാനോ മെറ്റീരിയൽസിന്റെ സഹായത്തോടു കൂടി പുതിയൊരു രീതിയിൽ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്? അവിടെ നമ്മൾ ഫാബ്രിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക്
ഇപ്പോൾ എന്തായിട്ട് വരുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജീസ് ആയിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നമുക്കപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഒന്നാണ് അതിൽ വരുന്ന സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിൾ ഉള്ളൂ കേട്ടോ. സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ ഡെറിവേഷനുമാണ് ജസ്റ്റ് അതിന്റെ എന്താണ് തിയറി മാത്രമേ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. ഇത് നമ്മുടെ ഓരോ ഐസിസിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ. നമ്മുടെ ഓരോ വർഷം പോകുന്ന ഐസിയും ദെൻ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ 1 ഐസി. ഒരു ഐസിക്കകത്തുള്ള ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്റലിന്റെ ആ ഒരു സീരീസ് കാണിച്ചിരിക്കുന്നത് കണ്ടോ 8086 കണ്ടോ. ഇതിന് മുൻപേ വന്നിട്ടുള്ള നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന 8085 കാണിച്ചിട്ടില്ല. 8080 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് 8085. അതിന് മുൻപ് 4004 ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളതാണ് ഏതെന്ന് പറഞ്ഞാൽ 8085. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം അവിടെ പഠിക്കുന്നത്. ഓക്കെ. 8080 കുറച്ച് ഇതൊക്കെ ഡീമെറിറ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടിയെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്നുള്ള ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് 8085 എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന പ്രോസസ്സർ. ഓക്കെ. അപ്പോൾ ഓരോ പ്രോസസ്സറിലും എത്ര ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടുന്നു? ഈ 400 ആയിരുന്നപ്പം 2300 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് ഇവിടെ കേസ് സമയത്ത് ഉണ്ടോ 10⁵5 അടുത്ത പെന്റിയം 4 ഡിയോ കോർ 2 ഓക്കെ ഇതൊക്കെ എത്തിയ സമയത്ത് എന്ത് ചെയ്തു അവിടെ വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഈ ലെവലിൽ അവിടെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് ഓരോ വർഷം കഴിയുന്നത്. ഇത് 2008 വരെയുള്ള കണക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് 2021 അല്ലെങ്കിൽ 2025 ആ ഒരു റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി വരും അതിന്റെ ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം. ഓക്കെ. അതനുസരിച്ചാണ് നമ്മുടെ പ്രോസസ്സറിന്റെ സ്പീഡ് ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നത് അവിടെ കൂടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണ് ഈ ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ. ഓക്കെ. വാട്ട് യു മീൻ ബൈ എ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ? നമ്മുടെ നാനോ മെറ്റീരിയൽസിന്റെ ഇലക്ട്രോണിക്സിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് പറയുന്നത് ഈ ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഇൻവെൻഷൻ വരുന്നത് ജോൺ ബാർഡൻ ആൻഡ് വില്യം ഷോട്ട്കി ഇൻ ദ ഇയർ 1940 ചെയ്യുന്നത്. അവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ഇൻവെൻഷൻ. ദെൻ അപ്പോൾ അതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. അപ്പോൾ വാക്യൂം ട്യൂബ്സ് നമ്മൾ എന്ത് ചെയ്തു പിന്നീട് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലോട്ട് മാറി. സോ അപ്പോൾ നമുക്ക് അതിൽ കൊണ്ടുവന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്താ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ. സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സൈസ് എന്ത് ചെയ്തു അവിടെ കുറച്ചു. ഓക്കെ. ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ഫോർ സ്പീഡ് ആൻഡ് മിനിച്ചറൈസേഷൻ ആൻഡ് റിലയബിലിറ്റി ഹാസ് ബീൻ ഫുള്ളി എക്സ്പ്ലോർഡ് സിൻസ് വെൽ കൺട്രോൾഡ് മെറ്റീരിയൽസ് സച്ച് ആസ് പ്യുവർ സിംഗിൾ ക്രിസ്റ്റൽ വെയർ അവൈലബിൾ. ഓക്കെ. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ആ മിനിച്ചറൈസേഷനും സ്പീഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതാണ് പിന്നെ നമ്മുടെ മൈക്രോ ഇലക്ട്രോണിക്സിലും മൈക്രോ ചിപ്പ് ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രോത്തിലൊക്കെ എന്ത് ചെയ്യും അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇതിൽ നമുക്ക് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ ആണ് SET സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പറയുന്നത് നമുക്ക് എത്രത്തോളം നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ സൈസ് കുറയ്ക്കണം. ഓക്കെ. നമുക്ക് ദാറ്റ് ഈസ് ദ ട്രാൻസിസ്റ്റർ കൺസിസ്റ്ററിംഗ് ദ റിസൾട്ട് ഹാവ് ഡിസൈഡ് സോ കോൾഡ് സിംഗിൾ ഇലക്ട്രോൺ ടണലിംഗ് ട്രാൻസിസ്റ്റർ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിംഗിൾ ഇലക്ട്രോൺ ടണലിംഗ് ട്രാൻസിസ്റ്റർ എന്ന കോൺസെപ്റ്റിലൂടെ നമ്മളിവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ അതവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്വാണ്ടം എഫക്റ്റ് ആണ്. ടണലിംഗ് ക്വാണ്ടം എഫക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടണലിംഗ് എഫക്റ്റ് വഴി ഒരു ഇലക്ട്രോൺ തന്നെ എന്ത് ചെയ്യുകയാണ് അവിടെ അത് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് പറയാം ഈ ഒരു ലെവൽ. അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ച BJT ട്രാൻസിസ്റ്റേഴ്സിന് ഇതിന് വ്യത്യാസമുണ്ട്. ഓക്കെ. ചെറിയ വ്യത്യാസം ഇതിന് വരുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വിച്ചിങ് അതുപോലെ തന്നെ കൺട്രോളിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ SET is a type of switching device that is used to control electron tunneling to amplify current. ഓക്കെ. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ടണലിംഗ് എന്ത് ചെയ്യാൻ പറ്റും വച്ച് കൺട്രോൾ ചെയ്ത് സ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതിൽ നമ്മുടെ SET എന്ന് പറയുന്ന ആ ഒരു ട്രാൻസിസ്റ്റർ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിൽ ബേസിക്കലി എന്താണ് it is made from two tunnel junction that share a common electron and a tunnel junction consists of two pieces of metal separated by a very thin nearly 1 nanometer insulator. The only way for electron to travel from one electron to the tunnel and the insulator through the insulator. അതായത് അവിടെ ഒരു എന്തുണ്ട് ഫിഗർ ഉണ്ടാവും ഇതാണ് ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻസുലേറ്റിംഗ് ബാരിയർ ഉണ്ട്. രണ്ട് സൈഡിലും എന്തുണ്ട് ആ ഓരോ ഇലക്ട്രോൺസ് നമ്മുടെ കപ്പാസിറ്റേഴ്സ് ഒക്കെ പോലെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഇപ്പോൾ പോകണമെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് ബാരിയർ ഉണ്ട്. സോ അത് കടന്ന് പോകാനേ പറ്റുള്ളൂ. എങ്ങനെ പോകണം അത് ടണൽ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഓക്കെ. ടണൽ ചെയ്ത് പോകാനായിട്ട് അതിന് പറ്റുള്ളൂ. സോ അതാണ് ഞാൻ പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എഫക്റ്റ് എന്ത് ചെയ്യുന്നത് ഇതവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ അവിടെ നമുക്ക് ടണലിംഗ് ഒക്കർ ചെയ്യണം. സോ ഈ ടണലിംഗ് ഒക്കർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ ഇലക്ട്രോൺസ് അപ്പുറത്തോട്ട് പോകത്തുള്ളൂ. ഓക്കെ. അത് ട്രാൻസ്ഫർ നടന്നാൽ മാത്രമേ നമ്മുടെ ഇത് പ്രോപ്പർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ.
That is, the electrical behavior of the tunnel junction depends on how effectively the barrier transmit electron wave, which decrease exponentially with the thickness. The number of the electron wave mode that imping on the barrier, which is given by an area of tunnel junction divided by a square of electron wavelength. Okay, a single transistor explosive frac, the transfer charge to barrier become counter junction is made sufficiently resistive. Okay, അതായത് ഇവിടെ എന്ത് ചെയ്യണം? ഇതുവഴി ഇങ്ങനെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനവിടെ പോകാനായിട്ട് പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ബാരിയർ ടണൽ ചെയ്തെത്തുന്ന ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രോൺ വേവ്സ് എന്ത് ചെയ്യും? അവിടെ എക്സ്പോണൻഷ്യൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. കാരണം ഈ തിക്നെസ് കടന്ന് ഇപ്പുറത്ത് വരണം. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് അവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ the number of electron wave modes that imping on the barrier, which is given by area of the tunnel junction divided by the square of the electron wave. Okay, and the range in the equation are പറയുന്നത്. Okay, എത്രയാണ് അവിടെ പോകുന്നതിനെ കുറിച്ചിട്ട്. Okay, a single electron transistor explode the fact that the transfer charge to barrier become quantized when junction is sufficiently resistive. Okay, അതായത് ഇപ്പോൾ ഈ ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് ബാരിയർ കടന്ന് വരണം. ഓക്കെ, ബാരിയർ കടന്ന് എന്ത് ചെയ്യുന്നത്? ഇപ്പുറത്തോട്ട് വരണം. സോ അതെന്തായിരിക്കും? ഒരു കോണ്ടാക്റ്റിസ്റ്റ് മാനറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, കാരണം എന്താ അതിന്റെ ജംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റീവ് രീതിയിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പുറത്ത് വരണമെന്നില്ല. ഒരു കോണ്ടാക്റ്റിസ്റ്റ് മാനറിൽ എന്ത് ചെയ്യും? ഇപ്പുറത്തോട്ട് അവിടെ വരും. ഓക്കെ, ദാറ്റ് ഈസ് this contacted process is shown practically clearly a simple system known as single electron box. Okay, ഞാൻ പറഞ്ഞ ഒരു കപ്പാസിറ്റൻസ് പോലെ എന്ത് ചെയ്യുന്നു? അവിടെ ആക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കോണ്ടൈസേഷൻ പ്രോസസ് നടക്കാനായിട്ട് നമ്മുടെ ഒരു എന്താ ഒരു സിംഗിൾ ഇലക്ട്രോൺ ബോക്സ് ഉണ്ട്, ഇത് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ഇലക്ട്രോൺ ബോക്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ദ വോൾട്ടേജ് സോഴ്സ് ചാർജസ് എ കപ്പാസിറ്റർ through an ordinary resistor, the charge on the capacitor is strictly proportional to voltage and show no ordinary resistance, show no sign of charge condensation. But if the resistance is replaced by a tunnel junction, the metallic area between capacitor plate and one of the side of junction become conducting island. Okay, surrounded by a insulating material. In this case, the transfer charge into the island become condensed as the voltage increases, leading to so-called Coulomb staircase. Okay, അതായത് നമുക്ക് നോർമലി ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ആണ് നമ്മളോട് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്ത് ചെയ്തില്ല? കപ്പാസിറ്ററിന്റെ ഗ്യാപ്പിലും നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം നമുക്ക് അവിടെ വരത്തില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് if a voltage source charges the capacitor through an ordinary resistor, the charge on the capacitor is strictly proportional to voltage and show no sign of charge condensation. Okay, അതായത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് എന്ത് ചെയ്യും? കപ്പാസിറ്ററിൽ വേരിയേഷൻ വരും. ബട്ട് അതിൽ എന്ത് ചെയ്തില്ല? ചാർജ് കോണ്ടൻസേഷൻ അവിടെ കാണിക്കില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു നോർമലി ഒരു ടണൽ ജംഗ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്ന അറിയാവോ? ഇതെന്ത് ചെയ്യും? ഒരു കണ്ടക്ടിങ് ഐലൻഡ് പോലെ എന്ത് ചെയ്യും? അവിടെ ആക്ട് ചെയ്യും. കാരണം അതിന്റെ ചുറ്റും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും പിന്നെ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നു? കുറച്ച് ഇതുള്ളത് പോലെ ഓക്കെ ഒരു ഐലൻഡ് സിറ്റുവേഷൻ പോലെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു ചാർജ് ഒരു കേസിൽ നിന്ന് എന്ത് ചെയ്യും? അപ്പുറത്തെ കേസിലോട്ട് അവിടെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ വരുന്ന പ്രോസസ് നമ്മൾ പറഞ്ഞ പേരാണ് കുളംബിക് സ്റ്റെയർ കേസ് എന്ന് പറയും. ഓക്കെ, കുളംബിക് സ്റ്റെയർ കേസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ മെറ്റാലിക് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമുക്കൊരു ടണലിംഗ് ജംഗ്ഷൻ പോലെ അത് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സോഴ്സ് നമ്മുടെ FET, ഓക്കെ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതും എന്താണെന്ന കാര്യം ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അതിന്റെ ഒരുപാട് ഡീറ്റെയിൽഡ് വേണ്ട, ജസ്റ്റ് സിംഗിൾ ഇലക്ട്രോൺ ആണ്. അതിന്റെ ആ ഒരു ചെറിയ ചെറിയ ടോപ്പിക്സ് പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യുക? അതവിടെ പരിശോധിക്കാം, ആഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാനത് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിനകത്ത് ടെക്സ്റ്റുകളെല്ലാം വായിക്കേണ്ട, ഞാൻ ഇതിന്റെ നോട്ട്സ് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഓരോന്നിലും കാർബൺ വരെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലുള്ളത് ഈ ഒരു BN നാനോ സ്ട്രക്ചറിന്റെയും അതുപോലെ തന്നെ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിന്റെ നോട്ട്സ് അതിൽ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാനത് നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ദെൻ ഇതൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്, അത് നമുക്ക് വേണ്ട. ഇതിനകത്ത് എവിടെയെങ്കിലും കീ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി ഇവിടെ ആഡ് ചെയ്ത് തരാം. ഇപ്പോൾ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നു, ഓക്കെ, ഇവിടെയൊക്കെ അഡ്വാൻറ്റേജ് വരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ നോട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. അതൊന്ന് വായിച്ച് നോക്കിയാൽ മതിയാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ.
അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിൽ നോക്കാനായിട്ട് വരുന്നത് കേട്ടോ. ഇനി അപ്പോൾ നമുക്കുള്ളത് അതിലൊരു ആപ്ലിക്കേഷനാണ് മോളിക്കുലാർ മെഷീൻ എന്ന് പറയും. ഓക്കെ, എന്താണ് മോളിക്കുലാർ മെഷീൻ? A molecular machine is defined as a mechanical device that perform an useful function using components of nanometer scale and defined structure. It is often applied to generally to molecules that simply mimic the function at the macroscopic level. Okay, അതായത് ഈ മോളിക്കുലാർ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോളിക്യൂൾസിനെയൊക്കെ നമുക്ക് ബയോ മോളിക്യൂൾസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് വർക്ക് ചെയ്യുന്ന കേസ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു മോളിക്കുലാർ മെഷീൻ എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, that is the term is also common to nanotechnology and is a number of highly complex molecular machines that have been proposed towards the goal of constructing a molecular assembler. The molecular machines can be divided into two broad categories, synthetic and biological. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മോളിക്കുലാർ മെഷീനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സിന്തറ്റിക് മോളിക്കുലാർ മെഷീൻ എന്നും മറ്റൊന്ന് ബയോളജിക്കൽ മോളിക്കുലാർ മെഷീൻ എന്നുമാണ്. ഓക്കെ, that is the artificial nano machines and naturally occurring device found in biological system. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്നതും മറ്റെന്താണ്, നമ്മളവിടെ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന നാനോ മെഷീൻസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് പറയുന്നത്. ഓക്കെ, occurring devices found to be in biological system respectively. In the bioscience, the term refers to a complex bio-macromolecule or localized assembly of bio-macromolecules that consume the energy in order to perform a specific action. Additionally, many nano machines use DNA and other biomacromolecules as a starting point and as a hybrid of natural and artificial machines. Okay, അതായത് നമുക്ക് ഇത്തരത്തിലുള്ള നാനോ മെഷീൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മീൻസ് അതിന് ബേസ് ആയിട്ട് എടുക്കുന്ന ഈ DNA അല്ലെങ്കിൽ അതുപോലത്തെ ബയോ മാക്രോ മോളിക്യൂൾസ് അനുസരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്ത് നമുക്ക് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മെഷീൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് അവിടെ പറ്റും. ഓക്കെ, then the synthetic molecular machines synthesized by chemistry and nanotechnologists, including molecular motor capable of unidirectional rotation motion powered by artificial machine, synthetic molecular machine synthesized by chemistry and nanotechnologists, including molecular motors that are capable of unidirectional rotation motion powered by external energy input such as light reaction with the other molecule. Molecular propellers. Okay, അതായത് എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്? ഓക്കെ, ഓൾറെഡി നമുക്ക് DNA സ്ട്രക്ചറിലും അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡീസിനകത്ത് ബയോളജിക്കൽ ബോഡീസിനകത്ത് എന്തുണ്ട്, നാനോ മെഷീൻസ് ഉണ്ട്. ഓക്കെ, മോളിക്കുലർ മെഷീൻസ് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്, DNA സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ മാക്രോ മോളിക്യൂൾസിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ നാനോ മോളിക്യൂൾസ് നമ്മളോട് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ സിന്തറ്റിക് ആണെങ്കിൽ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ എക്സാമ്പിളാണ് ഒന്ന് പറഞ്ഞത് മോളിക്കുലർ മോട്ടേഴ്സ്. അപ്പോൾ മോളിക്കുലർ മോട്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റൊട്ടേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അവിടെ ഒരു നമ്മളെ ഈ ഹ്യൂമൻ ബോഡീസിനകത്ത് റൊട്ടേറ്റിംഗ് മോട്ടേഴ്സ് ഉണ്ട്. റൊട്ടേറ്റിംഗ് മോട്ടേഴ്സ് മീൻസ് നമ്മുടെ ചില മൈക്രോ ഓർഗാനിസംസിന് അതിന്റെ ടെയിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഈ മോളിക്കുലർ മോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് എനർജി ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാനൊക്കെ എന്ത് ചെയ്യും അവിടെ പറ്റും, സെൽഫ് പ്രൊപ്പഗേറ്റ് മൂവ് ചെയ്ത് പോകാനൊക്കെ അവിടെ പറ്റും. സോ നമ്മൾ എക്സ്റ്റേണലി ചിലപ്പോൾ ലൈറ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മോളിക്യൂൾസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യും, സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവിടെ പോകുന്നത്. ഓക്കെ, ഇത് രണ്ടാമത് തന്നെയാണ് നമ്മുടെ മോളിക്കുലർ പ്രൊപ്പല്ലർ, വിച്ച് ഈസ് എ മോളിക്യൂൾ ദാറ്റ് പ്രൊപ്പൽ ഫ്ലൂയിഡ് വെൻ റൊട്ടേറ്റഡ് ഡ്യൂ ടു ഇറ്റ്സ് spherical shape. It is designed to allow to macroscopic propeller. ഓക്കെ, അത് പ്രൊപ്പല്ലേഴ്സ് മീൻസ് നമുക്ക് അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യാനോ, ഓക്കെ, ഫ്ലൂയിഡ്സിനെ പ്രൊപ്പൽ ചെയ്യാനോ പമ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിൽ അത് ഏത് ലെവലിലാണ്, മൈക്രോസ്കോപ്പിക് ലെവലിൽ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പ്രൊപ്പല്ലേഴ്സ്. നമ്മൾ സാധാരണ വലിയ മാക്രോസ്കോപ്പിക് പ്രൊപ്പല്ലേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേ രീതി തന്നെ എന്ത് ചെയ്യും, അതവിടെ വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ it has a several molecular scale blades attached in a certain pitch angle through the circumference of a nano shaft. Okay, അടുത്ത് വരുന്ന molecular switch ആണ്, which is a molecule that can be reversibly shifted between two or more stable states. Okay, and the molecules may be shifted between state in response to change external pH, light, temperature, electrical current, micro environment or pressure of the ligand. Okay, അതായത് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്വിച്ച് പറഞ്ഞല്ലോ, സ്വിച്ച് യൂസ് ചെയ്ത് നമുക്ക് pH കൺട്രോൾ ചെയ്യാൻ പറ്റും,
ടെമ്പറേച്ചർ, ഓക്കെ, ഇതെല്ലാം നമ്മുടെ നാനോ ലെവൽ അല്ലെങ്കിൽ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അടുത്ത് വരുന്നതാണ് മോളിക്കുലർ ഷട്ടിൽ. ഓക്കെ, ഇത് ഓരോ പോയിന്റ് ആയിട്ട് 1 by 1 ആയിട്ട് പഠിച്ചാൽ മതി. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ ആ ലെവലിൽ ഇങ്ങനെ തരാം, നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാൻ കണക്കിനായിട്ട് പ്രിപ്പയർ തരാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, ആ മോളിക്കുലർ ഷട്ടിൽ വരുന്നുണ്ട്. ഇൻ വിച്ച് മോളിക്യൂൾസ് ആർ ക്യാപ്പബിൾ ഓഫ് ഷട്ടിലിംഗ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഓക്കെ, ഒരു ലൊക്കേഷൻ മറ്റു ലൊക്കേഷനിൽ മാറ്റി പോകാനൊക്കെ പറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്കുലർ ഷട്ടിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആണ്. That is schematic diagram of a light-driven molecular motor. The orange piston is open and closed by light, causing the red arm on the other side of the blue to join to the twist operating the yellow pedal. അതായത് ഇത് നമ്മുടെ ഒരു എന്താ ലൈറ്റ് യൂസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോളിക്കുലർ മോട്ടറാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ഓറഞ്ച് കളർ കാണിച്ചുള്ള പിസ്റ്റൺ ആണ്. ദെൻ അതെന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് വരുന്നതനുസരിച്ച് ഓപ്പൺ ക്ലോസ് ഒക്കെ ചെയ്യും. ഓക്കെ, അത് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് അത് എന്ത് ചെയ്യാം, അവിടെ ഒരു യെല്ലോ പെഡൽസ് ഉണ്ട്, അത് എന്ത് ചെയ്യാം, അവിടെ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നമുക്കപ്പോൾ UV വിസിബിൾ ലൈറ്റിൽ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്ത് അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണിച്ചിട്ടുള്ളതാണ് ദാറ്റ് ഈസ് ദ പമ്പിങ് ഓഫ് വാട്ടർ ബൈ എ മോളിക്കുലർ പ്രൊപ്പല്ലർ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡീസിനകത്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. മെഡിസിൻ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂർ ബ്ലഡ് ഒക്കെ നിൽക്കുന്ന അതിന് പമ്പ് ചെയ്ത് കളയാനും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ബൾക്ക് വാട്ടർ പ്രൊപ്പല്ലർ ആണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന സർഫസ് പ്രൊപ്പല്ലർ ആണ്. ഓക്കെ, അത് 6 CNT കാർബൺ നാനോ ട്യൂബ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യലി എന്ത് ചെയ്യും, നമ്മൾ സാധാരണ പ്രൊപ്പല്ലർ പോലെ ആക്കും. ഓക്കെ, ആക്കിയിട്ട് എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആ സമയത്ത് എന്ത് കണ്ടോ, ഈ രീതിയിൽ എന്ത് ചെയ്യും, അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് അവിടെ നിന്ന് പമ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏതാ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ മോളിക്കുലർ പമ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇപ്പോൾ ഷട്ടിൽ പറഞ്ഞു, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മോളിക്കുലർ ഷട്ടിൽസ് ആണ്. ഇത് സ്വിച്ച് ആണ്. ഓക്കെ, ഇത് സ്വിച്ചിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Sketch of a molecular switch showing the switch molecule caught between the electrode by closing the bridge gradually. ഓക്കെ, അതങ്ങോട്ട് വേണ്ട, ജസ്റ്റ് ആ ഒരു ഫിഗർ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കി വെച്ചേക്കാം. മോളിക്കുലർ സ്വിച്ച്. ഓക്കെ, ലൈറ്റിനെയും പ്രഷറിനെയൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവിടെ കൺട്രോൾ അല്ല അതിനൊക്കെ നമുക്ക് അവിടെ ലൈറ്റിനെ അല്ല പ്രഷറിനെയും ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിഗാൻസ്റ്റിക് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ഗേറ്റ് പോലെയൊക്കെ എന്ത് ചെയ്യും, അതവിടെ ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് എക്സാമ്പിൾ മോളിക്കുലർ ട്വീസേഴ്സ് വരുന്നുണ്ട്. വിച്ച് ഈസ് എ ഹോസ്റ്റ് മോളിക്യൂൾ ദാറ്റ് കാപ്പബിൾ ഓഫ് ഹോൾഡിംഗ് ഗസ്റ്റ് ബിറ്റ്വീൻ 2 amps. ഓക്കെ, അതായത് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും പാർട്ടിക്കിൾസിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ട്വീസേഴ്സ് നമ്മൾ പിക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ മോളിക്കുലർ ട്വീസേഴ്സ് എന്ന് അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. 2 amps ഉണ്ടാവും, അത് വെച്ച് എന്ത് ചെയ്യാം, നമുക്കത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ മോളിക്കുലർ റോബോട്ടിക്സ് ഉണ്ട്. റോബോട്ടിക് സെൻസർ വിച്ച് ഈസ് എ മോളിക്കുലർ റോബോട്ട് ദാറ്റ് interact with the analytic to produce a detectable range. Molecular robotic sensors combine molecular recognition with one of the form of reports so that presence of gas can be observed. Okay, അപ്പോൾ പുറത്ത് അൺവാണ്ട് പാർട്ടിക്കിൾസ് ഒക്കെ വരുന്ന കയറുവാണെങ്കിൽ നമ്മുടെ ഇതിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അവിടെ അതായത് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മോളിക്കുലർ റോബോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു മോളിക്കുലർ ഷട്ടിലിന്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. റൊട്ടാക്സിൻ മോളിക്കുലർ ഷട്ടിൽ. Schematic diagram of a light induced molecular shuttle based on rotaxane. Okay, molecular shuttle. Then ഇത് നമ്മുടെ ട്വീസേഴ്സ്. സാധാരണ നമ്മുടെ ട്വീസേഴ്സും ഈ ലെവലല്ല, 2 amps ഉണ്ടാവില്ല. നമ്മുടെ ഡിവൈഡർ ഒക്കെ പറയുന്ന ട്വീസേഴ്സിന്റെ ഷേപ്പ് കണ്ടില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ ഡിവൈഡറിന്റെ കേസ് പറഞ്ഞ് അറിയുന്നവർക്ക് അറിയായിരിക്കും ഏതാണ് ആ ഒരു ട്വീസേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ബയോളജി ലാബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഓക്കെ, നമ്മൾ പിക്കപ്പ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ട്വീസേഴ്സ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ആ ബയോളജിക്കൽ ട്വീസേഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു മോളിക്കുലർ റോബോട്ടിന്റെ ഷേപ്പ്. ഓക്കെ, മോളിക്കുലർ റോബോട്ടിന്റെ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്ത് നമ്മുടെ മോളിക്യൂൾസിനകത്ത് നമുക്ക് എന്താ മെഡിസിൻ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ എന്നാലും ഒരു എന്താ നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സെക്ഷനാണ്. അത് പല രീതിയിലുള്ള മൈക്രോ റോബോട്ടുകൾ നമ്മളിപ്പോൾ നിർമ്മിക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ലെവൽ നടക്കുന്ന ഒരു കേസാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഒരു
ഒരു മോളിക്കുലർ റോബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ മൂവ് ചെയ്യാനും അങ്ങനെ പല ഇതും ബേസിക്കലി മെഡിക്കൽ പർപ്പസിന് ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിനും ഒക്കെ അതുപോലെയുള്ള പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയാണ് എന്ത് നമ്മൾ ഇത് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. കാരണം മരുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യഥാവിധം കൊണ്ടുപോയി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു വൺ ഓഫ് ദ മേജർ അഡ്വാൻസിങ് ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒക്കെ ഇതും അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ബയോളജിക്കൽ molecular machines are most commonly found in cells, these including motor proteins such as myosin that is responsible for muscle contraction, casein that moves cargo inside cell away from the nucleus to the microtubule, okay, dyne that produce the axonal beating of cilia and paliga. ഓക്കെ, അതായത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബയോളജിക്കൽ മോളിക്കുലർ മെഷീൻസ് നമ്മുടെ സെൽസിലൊക്കെ എന്തുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ സെൽസിൽ ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ റീസെന്റ് ഇതിനൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. മുൻപൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. കാരണം ഇതൊക്കെ ക്യാരി ചെയ്ത് പോകുന്നത്, ഇതൊക്കെ എന്താ ഒരു ടെയിൽ ഉണ്ടാവും, ഇതിന് ഒരു ഹെഡും ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്ത് ചെയ്യും, ഇങ്ങനെ നടന്ന് പോകുന്ന വീഡിയോസ് ഞാൻ അത് കിട്ടുവാണെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തരാം നിങ്ങൾക്ക്. ഓക്കെ, അവിടെ ഒന്ന് രണ്ട് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു മെഷീൻ പോലെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്കകത്ത് തന്നെ നമ്മുടെ ബ്ലഡിനകത്ത് എന്ത് ചെയ്തു, ഇതുപോലത്തെ മോളിക്യൂൾസ് അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഫസ്റ്റ് ഫിഗർ സ്ട്രക്ചർ ഓഫ് എ കേസിൻ വിച്ച് ഇസ് എ ടൈനി മോട്ടോർ പ്രോട്ടീൻ ദാറ്റ് ഹലോ കാർഗോ ഇൻ ദ സെൽ. ഓക്കെ, നമ്മുടെ സെല്ലില് കാർഗോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് കേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നടന്നു പോകും പോലെയൊക്കെയാണ് പോകുന്നത്. അതിന്റെ വീഡിയോസ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. നടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മൂവ് ചെയ്ത് പോകുന്നത്. പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത്, മോട്ടറിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പിന്നെ ബയോളജിക്കൽ ലെവലോട്ടുള്ള കേസസ് അത്രയും വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾ അതിന്റെ മോളിക്കുലർ മെഷീൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഓക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് അവിടെ നോക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇതിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് നമ്മുടെ about the nano biomatics. Okay, nano biomatics ഉണ്ട്. അപ്പോൾ nano biomatics means എന്താണ്, that is although recent progress in nanotechnology has made a tremendous breakthrough in the field of physics, chemistry, material science, biology, and other interdisciplinary area, but still there are some skeptical views on possible whether its growth of nanotechnology can ever be made to work. Okay. അപ്പോൾ അതിൽ if you look at the nature, we can see tremendous possibilities of success of nano technology. അപ്പോൾ നമുക്ക് എന്താണ്, കാരണം നമുക്ക് എന്താ നാച്ചുറൽ നമ്മുടെ ബയോളജിക്കൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അഡ്വാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ നാനോ ബയോമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഫീൽഡിൽ ഓക്കെ നമ്മൾ തൊട്ട് മുമ്പ് മോളിക്കുലർ മെഷീൻസ് നമുക്ക് എല്ലാം വരാം. ബട്ട് നാനോ ബയോമാറ്റിക്സ് വരുന്ന സമയത്ത് എക്സ്പെഷ്യലി നമ്മുടെ ബയോളജിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിൽ നമുക്ക് എങ്ങനെ നാനോ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്, നാനോ ബയോമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അവിടെ explain ചെയ്യുന്നത്. Okay, the biological counterparts of the nanomaterials are present from the beginning of life. The bacteria, virus are the classic examples of nano robots. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മുടെ ബോഡീസിനകത്ത് ഓൾറെഡി എന്തുണ്ട്, നാനോ റോബോട്ട്സ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ആർട്ടിഫിഷ്യൽ പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡീസിനകത്ത് ഇതെല്ലാം ഓൾറെഡി ബാക്ടീരിയ, അതിന് വൈറസ്, ഇതെല്ലാം എന്താണ്, ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് നാനോ റോബോട്ട്സ് ആണ്. ATPs are rotating nanomotor that is present in the cell. Okay, ATP എന്ന് പറയുന്നത് എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ ടൈപ്പ് ആണ്, ലൈക്ക് സ്ട്രക്ചർ ആണ്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽസിലാണ് ഇത് ചെയ്യുന്നത്, അതവിടെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മുടെ ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ATPയുടെ ഫുൾ ഫോം അറിയാമോ? ATPയുടെ ഫുൾ ഫോം അഡ്നസോൺ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു എന്താ സെല്ലുലാർ പ്രോസസ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് അഡാനോസോൺ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ATP. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതിൽ റൊട്ടേറ്റിംഗ് നാനോ മോട്ടോഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസിന്തസിന് ഫോട്ടോസിന്തസിസ് പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സൈനോ ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് അവിടെ, which is able to transfer sunlight energy to molecular reaction centers. Okay, molecular reaction centers സൺലൈറ്റിന്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. Then lipids. Okay, lipids means അവിടെ നമുക്ക് say they are large and diverse group of naturally occurring organic compounds that are related by the solubility in non-polar organic solvents. Okay, either
ക്ലോറോഫോം, ദെൻ അസറ്റോൺ, ബെൻസീൻ തുടങ്ങിയതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ സോൾബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് അതൊരു നാനോ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഈ നാനോ ബയോമെട്രിക്സ് ലിപ്പിഡ്സ് ആർ കോൾഡ് നാനോ ബ്രിക്സ് ആൻഡ് മൊറാട്ടർ. മൊറാട്ടർ മീൻസ് നമ്മൾ സാധാരണ ഈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മോർട്ടാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു കേസാണ് ലിപ്പിഡ്സിനെ കുറിച്ച്. ലിപ്പിഡ്സ് അവിടെ വരുന്നുണ്ട്. പിന്നീട് ഏതാണ്, ഇതിന്റെ ഒന്ന് രണ്ട് ഫിഗേഴ്സ് കൂടെ കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റില്, ഒന്ന് എടുത്ത് നോക്കുക, റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ നേരെ. ഓക്കെ, എന്തായാലും ഒന്ന് സമയം കിട്ടുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ഫിഗേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക, ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ അവർ നമ്മുടെ സെല്ലില് പ്രോട്ടീൻസ് ഒരു കേസാണ്. പ്രോട്ടീൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്മെല്ലും ടേസ്റ്റും ഇതൊക്കെ നമുക്ക് ഡിറ്റക്ട് വേണ്ടി അവിടെ സെൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതും എന്താണ്, ഒരു നാനോ രീതിയിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഗ്ലോബുലർ പ്രോട്ടീൻ ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയാൽ മതി, നമ്മുടെ ഒരു നാനോ ബയോമാറ്റിക്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി, കണ്ടോ, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസുകളാണ്. ഓരോ നാനോ സ്ട്രക്ചേഴ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡീസിനകത്ത് ഓൾറെഡി ഉള്ള നാനോ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നാനോ ബയോമാറ്റിക്സ് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നോക്കിയത്. അപ്പോൾ ഞാനത് ഒന്ന് രണ്ടാണ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഓരോ ആപ്ലിക്കേഷനായിട്ട് എഴുതിത്തരാം. ഓക്കെ, നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്രയും മാത്രം നമുക്ക് അതിൽ നോക്കിയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ നമ്മുടെ അതിൽ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി, മെഡിസിൻ, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നേരം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്നുകൂടി കുറച്ചുകൂടി നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഒരു ലാസ്റ്റ് ചാപ്റ്റർ. പിന്നെ നമുക്ക് അവിടെ നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ കൂടി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇനി നാനോ ടെക്നോളജിയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഈ ഒരു ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ വൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 5ാമത്തെ മോഡ്യൂളും 6ാമത്തെ മോഡ്യൂളും എഴുതാൻ പറ്റും. പിന്നെ ആ ഒരു നമ്മുടെ 4ാമത്തെ മോഡ്യൂൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, അതിൽ ആ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും മോഡ്യൂൾസ് ആയിരിക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. കാരണം അവിടെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ചെറിയൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലോട്ട് അത്രയും വേണ്ട, എന്നാലും നമ്മൾ കുറച്ച് കാര്യം എന്തിനാണ് അവിടെ അറിഞ്ഞിരിക്കണം, ആ ഒരു ലെവലിൽ എങ്ങനെയാണ് നമുക്കത് വരുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രമേ അവിടെ ഇതായിട്ട് വരുള്ളൂ. ബാക്കി 4ാമത്തെ മോഡ്യൂൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, 4ാമത്തെ മോഡ്യൂൾ നല്ല എളുപ്പമാണ്, ഓരോ ടെക്നിക്സും പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ മോഡ്യൂൾ അങ്ങനെ തന്നെയാണ്, എന്താണ് ഓരോ ക്യാരക്ടറൈസേഷൻ ടൂൾസ്, ഓക്കെ, സെം, ടെം, ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് ഇവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു നാനോ ടെക്നോളജി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്ന ടോപ്പിക്സ്. ഓക്കെ.